നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഭൂപ്രകൃതി എന്നുള്ള ഭാഗമാണ്. 10th ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, അതുപോലെ LGS ലെവൽ ഒട്ടുമിക്ക PSC എക്സാമിനും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ്. അപ്പോൾ ഒട്ടും വൈകേണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നെ ഈ ഒരു ഭാഗത്ത് പിന്നെ 6ാം ക്ലാസ്സിൽ SCERT ചാപ്റ്ററും കൂടെ ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് സോഷ്യൽ സയൻസിലെ മണ്ണും മഴയും മനുഷ്യനും എന്നുള്ള ആ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തത് മലനാട്, രണ്ടാമത്തത് ഇടനാട്, 3 തീരപ്രദേശം. മലനാട് 48% വരുന്നുണ്ട്, ഇടനാടാണെങ്കിൽ 42%, തീരപ്രദേശം 10% വരുന്നത്. കണ്ടില്ലേ, ഏകദേശം ഒരു കേരളത്തിൻ്റെ ഒരു ചിത്രമാണ്. ചിത്രം കണ്ടിട്ട് ആരും ചിരിക്കൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ മലനാട് കാണുന്ന ഭാഗമാണ് മലനാട് വരിക. അത് എത്രയാണ് വരുന്നത്? 48%. ഇടനാടാണെങ്കിൽ 42%, തീരപ്രദേശവും 10%. ഇനി നമുക്ക് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ SCERT പാഠഭാഗം നോക്കാം. മണ്ണും മഴയും മനുഷ്യനും എന്നുള്ള ഭാഗമാണ് ഇത്. ഇതിൽ പറയുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യവും കൃഷിയും. അതായത് കേരള ഭൂപ്രകൃതിയിൽ നമ്മൾ ഈ ഭാഗം കൂടെ കറക്റ്റ് പഠിച്ചു പോകേണ്ടതാണ്. എന്താണ് ഇതിൽ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ അല്ലേ. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്താണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് നമ്മുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. പിന്നെ സൈഡിൽ എന്താണ്? കേരളത്തിൻ്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. അതായത് കർണാടകവും തമിഴ്നാട് അല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന 2 അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കർണാടകവും തമിഴ്നാടുമാണ് അല്ലേ. കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് ഏതൊക്കെ? കർണാടകവും തമിഴ്നാടും. അതുപോലെ തന്നെ നമ്മുടെ വയനാട് ജില്ലയാണ് മറ്റ് 2 അന്യ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല. അപ്പോൾ മറ്റ് 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ് വരിക? വയനാടാണ്. അതുപോലെ വയനാട്ടിൽ എന്തില്ല? റെയിൽപാത ഇല്ല അല്ലേ. റെയിൽപാത ഇല്ലാത്ത ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് വയനാട്. അതുപോലെ തന്നെ എന്ത് വരും? ഇടുക്കിയിലും എന്തില്ല? റെയിൽപാത ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? കേരളത്തെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് 3ആയി തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ മലനാട് നമുക്ക് ആദ്യം തന്നെ നോക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ മലനാടാണ് എന്താണ്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിസ്തൃതിയിൽ ഏറ്റവും കൂടിയ ഭാഗം. മലനാട് വരുന്നത് 48%. അപ്പോൾ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾ അല്ലേ. ഇതിൽ പറയുന്നത് എന്താണ്? കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ് അല്ലേ. അതായത് നമ്മുടെ വയനാട് ആ ഭാഗമെല്ലാം വരുന്നല്ലേ, മലനാടല്ലേ അവിടെ വരുന്നത്. അവിടെയാണ് എന്താണ്? മഴയും മഞ്ഞും തണുപ്പൊക്കെ കൂടുതലായിരിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണിവിടം. അതായത് മലനാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിന് മുകളിലാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. അത് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. എക്സാമിന് മിക്കവാറും ചോദിക്കാറുണ്ട്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഭാഗമാണ് ഏത്? മലനാട്. ഇവിടെ നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള ഭാഗമാണ് മലനാട് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? ഇവിടെ കൃഷി ചെയ്യുന്ന ഏലം, തേയില എന്നീ വിളകളാണ് ചിത്രത്തിലുള്ളത് അല്ലേ. ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ത്? തേയില കാണുന്നില്ല അല്ലേ. അതുപോലെ ഏലം ഒക്കെയാണ് ഈ തണുപ്പ് കൂടുതലുള്ള മലനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ. ഈ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നു. അപ്പോൾ പിന്നെ ഇതിനെന്തൊക്കെയാണ് വളർച്ചയ്ക്ക് ആവശ്യം? അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ പറയുന്നത് താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ, ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാഴ്ചയുള്ള മണ്ണ്. എന്തൊക്കെയാണ് പറയുന്നത്? താപനില എന്തായിരിക്കണം? 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ചൂട് കുറവായിരിക്കണം അല്ലേ. തണുത്ത കാലാവസ്ഥയിലായിരിക്കും എന്തുണ്ടാകുക? തേയില, അതുപോലെ ഏലം. പിന്നെ എന്താണ്? ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്. ഇതൊക്കെയാണ് പിന്നെ ഏലം, അതുപോലെ തേയില ഇങ്ങനെയുള്ള കൃഷിക്കൊക്കെ അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത്. മലനാടിൻ്റെ സ്ഥാനം ഭൂപടം നിരീക്ഷിച്ച് കണ്ടെത്തൂ. അത് നേരത്തെ ചിത്രത്തിൽ നിങ്ങൾ കണ്ടല്ലോ മലനാട് എവിടെയാണ് വരുന്നതെന്ന്. ആ ഭൂപടത്തിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഏകദേശ സ്ഥാനം. പിന്നെ ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവിളകൾക്കും തേയില, കാപ്പി തുടങ്ങിയവയ്ക്കും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് അല്ലേ.
നേരത്തെ പറഞ്ഞു അല്ലേ, ഏലം അതുപോലെ തേയില, അതുമാത്രമല്ല ഇഞ്ചി മഞ്ഞൾ കുരുമുളക് തുടങ്ങിയ സുഗന്ധ വിളകൾക്കും, കാപ്പി കേട്ടോ, കാപ്പി, ഇഞ്ചി, മഞ്ഞൾ അതുപോലെയുള്ള ഇതിനൊക്കെ എന്താണ് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നും ലഭിച്ച സുഗന്ധ വിളകളുടെ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമാക്കിയതെന്ന് ചരിത്രം പറയുന്നു അല്ലേ. എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള സുഗന്ധ വിളകളൊക്കെയാണ് നമ്മളെ വിദേശികളെ എങ്ങോട്ടേക്ക് ആകർഷിച്ചത്, നമ്മുടെ കേരളത്തിലേക്ക് ആകർഷിച്ചതെന്നാണ് പറയുന്നത്. എന്നാൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലും വന്ന മാറ്റങ്ങൾ ഈ മേഖലയിലെ കാർഷിക ഉൽപ്പാദനത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ എന്താ പറയുന്നത്, ഇപ്പം നമ്മുടെ കാലാവസ്ഥയെല്ലാം മാറിയില്ലേ. അപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോൾ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ എന്താണ്, ഈ മേഖലയിലെ കാർഷിക ഉൽപ്പാദനത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മലനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, കൂടാതെ തേയില, കാപ്പി അല്ലേ, സുഗന്ധവിളകൾ. ഇതൊക്കെ എവിടെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മലനാട്ടിലാണ് അല്ലേ. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് വരുന്നത്? 30 ഡിഗ്രി സെൽഷ്യസ് താഴെയാണ്, ധാരാളമായി മഴ ലഭിക്കും, പിന്നെ എന്താണ്, നീർവാർച്ചയുള്ള മണ്ണ്. പിന്നെ എന്താണ്, സെയിം പേജിൽ തന്നെ ഒരാളെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആരാണത്? ജോൺ ജോസഫ് മർഫി, അയർലൻഡ് സ്വദേശിയാണ് അദ്ദേഹം. ഇവരാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ക്വസ്റ്റ്യൻ വരാം. ആരാണ് അത്? ജോൺ ജോസഫ് മർഫിയാണ്. അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്തായിട്ട് 1902 റബ്ബർ കൃഷി തുടങ്ങി. എവിടെയാണ് റബ്ബർ കൃഷി തുടങ്ങിയത്? പെരിയാറിൻ്റെ തീരത്ത്. ഏത് വർഷം? 1902. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. ആദ്യം തുടങ്ങിയത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ, എവിടെ? പെരിയാറിൻ്റെ തീരത്ത് 1902 തുടങ്ങി. പിന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ എവിടെ? കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ എന്താക്കി? കൃഷി ആരംഭിച്ചു, റബ്ബർ കൃഷി ആരംഭിച്ചു. കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി. അയാൾ എന്താണ്? കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല. തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ അദ്ദേഹം പണിതു നൽകി. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങൾ, അതുപോലെ നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ അദ്ദേഹം പണിതു നൽകി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം? ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണെന്ന് ചോദിക്കാം. ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്, മറന്നുപോയരുത്. അയാൾ എന്താണ്? അയർലൻഡ് സ്വദേശിയാണല്ലേ. അവർ ആദ്യമായിട്ട് കൃഷി ആരംഭിച്ച 1902 എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ പെരിയാറിൻ്റെ തീരത്ത്. പിന്നെ എന്താണ്? വാണിജ്യാടിസ്ഥാനത്തിൽ കോട്ടയം ജില്ലയിൽ എവിടെ? മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ റബ്ബർ കൃഷി ആരംഭിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്തത് പറയുന്നത് ഇടനാടിനെ കുറിച്ചാണ്. ഇടനാട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇടനാടിനെ പറ്റി പഠിക്കേണ്ട എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ചോദിക്കാറുണ്ട് എക്സാമിന്. അതുപോലെ തന്നെ എന്താണ്? 42% അല്ലേ, 42% ഇടനാട് വരുന്നത്. കേരള ഭൂപ്രകൃതിയിൽ ഇടനാട് എത്ര ശതമാനമാണ്? 42. അപ്പോൾ കേരള ഭൂപ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മലനാടാണ്, 48%. അപ്പോൾ ഇടനാട് എന്താണ് പറയുന്നത്? തീരപ്രദേശത്തിനും മലനാടിനുമിടയിലാണ് ഇടനാട്. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണിത്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്താ? കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണിത് അല്ലേ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള ഭൂപ്രകൃതിയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഇടനാട്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. മറ്റെന്തൊക്കെ വിളകളാണ് ഇടനാട്ടിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ധാരാളമായി ലഭിക്കുന്ന മഴ, ഈ മേഖലയിലെ ചെറുകുന്നിൻ പ്രദേശങ്ങളിൽ ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെയും സാമാന്യ കനത്ത ആവരണം തുടങ്ങിയ അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ വിളവൈവിധ്യം
ഉണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? ധാരാളമായി ലഭിക്കുന്ന മഴ ഈ മേഖലയിൽ എന്താണ് ചെറുകുന്നിൻ പ്രദേശങ്ങളിൽ എന്ത് മണ്ണാണ് അവിടെ ഉള്ളത്? ഇടനാട്ടിലെ ലാറ്ററൈറ്റ് മണ്ണ്, അതുപോലെ നദീതടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെ സാമാന്യം കനത്ത ആവരണം തുടങ്ങിയ അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഇടനാട്ടിൽ എന്തിന് കാരണമായി? വിള വൈവിധ്യത്തിന് കാരണമായി. അടുത്തത് എന്താ പറയുന്നത്? കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമാണ് ഇവിടം, അല്ലേ? അപ്പോൾ റബ്ബർ കൃഷി എവിടെയാണ്? കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഏത് ഭാഗത്താണ് റബ്ബർ കൃഷി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഇടനാട്ടിലാണ്, അല്ലേ? ഇടനാട് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളും വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിലാണ് അവിടെ എന്ത് ചെയ്തത്? റബ്ബർ വ്യാപകമായി കൃഷി ചെയ്തത്. അതിനു മുന്നേ വരെ എന്തൊക്കെയാണ്? മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് അവിടെ വ്യാപകമായിട്ട് കൃഷി ചെയ്തിരുന്നത്. ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ വ്യാപകമായിരുന്നു, അല്ലേ? നമ്മുടെ വാഴ, അല്ലേ? ഏത്തവാഴ കൃഷി അവിടെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇടനാടിൻ്റെ ഈ വിളവൈവിധ്യം അതിവേഗം റബ്ബറിന് വഴിമാറുകയാണ്. ചെറിയ കൃഷിയിടങ്ങൾ പോലും ഇന്ന് റബ്ബർ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ എന്താ റബ്ബറിനെ പറ്റി പറയുന്നത്? ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെ കാലം വിളവ് ലഭിക്കുമെന്നത് റബ്ബറിൻ്റെ മേന്മയാണ്. അതുകൊണ്ട് തന്നെയാണ്, അല്ലേ, മറ്റ് വിളകളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് റബ്ബർ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ഇനി അടുത്തത് നമ്മൾ ഏതാ നോക്കുന്നത്? തീരപ്രദേശം. അപ്പോൾ ആദ്യം തീരപ്രദേശത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്താ പഠിക്കേണ്ടത്? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഏത്? തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ മലനാട് 75 മീറ്ററിന് മുകളിൽ ഉയരമുള്ളത്, ഇടനാടാണെങ്കിൽ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള പ്രദേശമാണ്. തീരപ്രദേശമാണെങ്കിൽ 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. അപ്പോൾ തീരപ്രദേശത്തിൽ എന്തൊക്കെയാണ് മുഖ്യ വിളകൾ? അവിടെ വരുന്നത് എന്താണ്? തെങ്ങും അതുപോലെ നെൽകൃഷിയാണ്, അല്ലേ? താഴ്ന്ന ഇടങ്ങളിലെ ഏക്കൽ മണ്ണിൻ്റെ നിക്ഷേപം നെൽകൃഷിക്കും അതുപോലെ തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള ഏക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുയോജ്യമാണ് എന്ന് പറയുന്നത്. എന്താണ്? താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപം നെൽകൃഷിക്കും തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുയോജ്യമാണ്. അപ്പോൾ പ്രധാനമായിട്ട് പറയുന്നത് തീരപ്രദേശത്ത് എന്തൊക്കെ കൃഷിയാണ് ഉണ്ടാവുക? തെങ്ങും നെല്ലും, അല്ലേ? മലനാട്ടിൽ നമ്മൾ പഠിച്ചു, അല്ലേ? സുഗന്ധ വ്യഞ്ജനങ്ങൾ, അതുപോലെ കാപ്പി, തേയില എല്ലാം മലനാട്ടിലാണ്, അല്ലേ? ഇടനാട്ടിൽ നമ്മൾ പറഞ്ഞു, അല്ലേ? മെയിനായിട്ട് ഏതാണ്? റബ്ബറാണ്, അല്ലേ? അതുകൂടാണ്ട് പച്ചക്കറികളും അല്ലേ, പഴവർഗ്ഗങ്ങളൊക്കെ എവിടെ ഉണ്ട്? ഇടനാട്ടിൽ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? തീരപ്രദേശത്താണെങ്കിൽ പിന്നെ തെങ്ങും അതുപോലെ നെല്ലുമാണ് തീരപ്രദേശത്തെ മെയിനായിട്ടുള്ള കൃഷി. ഈ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന തീരപ്രദേശ മേഖലകൾ കാലക്രമേണ ജനവാസ കേന്ദ്രങ്ങളായി മാറാൻ തുടങ്ങി, അല്ലേ? ഇപ്പം മുമ്പത്തെ പോലെ ഒരുപാട് സ്ഥലങ്ങളില്ല കൃഷിക്കുള്ള. തീരപ്രദേശത്ത് അവിടെയൊക്കെ ആളുകൾ താമസിക്കാൻ തുടങ്ങി. ഇത് കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കി. വിത്ത്, വളം തുടങ്ങിയവയിലെ വില വർധനവ് കൃഷി ആദായകരമല്ലാതാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുമൂലം എന്താണ്? കർഷകർ മറ്റ് തൊഴിലുകളിലേക്ക് മാറാൻ നിർബന്ധിതരായി. ഇത്രയൊക്കെയാണ് ഇവിടെ തീരപ്രദേശത്തിൻ്റെ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരള ഭൂപ്രകൃതിൻ്റെ ഭാഗത്ത് വരുന്ന ഈ പാഠഭാഗത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ മൊത്തത്തിൽ ഈ പാഠം നമ്മൾ PSCക്ക് നോക്കിയിട്ട് പോകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.